വിർച്വൽ ഗെയിം മാത്രമേ ഉള്ളൂ, ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഗെയിം ഒന്നുമില്ല. ദേഹം പണിയെടുക്കാൻ ആർക്കും ഇഷ്ടമുള്ളത്. അപ്പാർട്ട് ഫ്രം ഗെയിമിംഗ് എന്നാ ചെയ്യുന്നത്? മോൻ കൈവിട്ടു പോയി. എന്റെ അപ്പം തന്നെ ചീത്തയൊക്കെ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒരു പണിയും ചെയ്യാതെ രാവിലെ തൊട്ട് മുറി കയറുന്ന ഒച്ചമ്പോളാണ്. അത് കൊടുക്കത്ത ചെയ്യാറുണ്ട് ആ പുള്ളിക്കാരൻ. അതേ തന്നയിലും ടൈറ്റിലൊക്കെ അങ്ങനെ തന്നെ എടുത്തൊരു വീഡിയോ. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം എന്തായിരിക്കും? ഉത്തരമില്ലാത്ത ചോദ്യം. വരുമാനത്തെ കുറിച്ചാവണല്ലോ. നല്ല പൈസ നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ പറ്റും മര്യാദയ്ക്ക്. അതല്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കുറെ ട്യൂട്ടോറിയലുണ്ട്. 4-5 lakh ആയിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ. പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ, ഗെയിം തെറാപ്പിസ്റ്റ് ആൻഡ് റൂം ജെറി. ഹലോ ഗൈസ്. പേര് പറഞ്ഞു. ടോംസൺ ഗെയിം ജെറി. ഓക്കെ. എന്റെ സ്വാതിക് എന്നാണ്. ഫുൾ നെയിം സ്വാതിക് നാരായണൻ. സ്വാതിക് നാരായൺ. എന്റെ പേര് ജെറി തന്നെ, ചാനലിന്റെ പേര് ഉള്ളതല്ല. ജെറി ജോൺ പോളി. ജോലിയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി അതിൽ തുടങ്ങാന്ന് പറയുന്നത് ഇത്തിരി പാടാം അല്ലേ? അപ്പൊ ഈ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നിങ്ങൾക്ക് ഒരു സ്ട്രീമിംഗ് റൂം വേണം അല്ലേ? നിങ്ങൾ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നൊന്നും ആരും കേൾക്കാതിരിക്കാൻ സൗണ്ട് പ്രൂഫ് ഒക്കെയാണോ റൂം? പിന്നെ മൈക്കൊക്കെ ഇച്ചിരി നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അത്രയധികം ഇഷ്യൂസ് വരാറില്ല. എന്നാലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഇടയ്ക്ക് വരും. ഈ മൈക്കും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ള ഒരു കോസ്റ്റിന്റെ ഇതൊക്കെ അതൊക്കെ ഫുൾ യൂട്യൂബിൽ തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ തുടങ്ങിയ സമയത്ത് എനിക്ക് പീസ് ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഒന്നും ഉണ്ടായില്ല. അപ്പൊ എന്റെ കസിന്റെ ആയിരുന്നു വീട്ടിലുണ്ടായത്. സോ അത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ അതിൽ നിന്ന് ചുമ്മാ ഇങ്ങനെ വീഡിയോ ഇട്ട് മെയിൻലി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് തന്നെയാണ് പുതിയതായിട്ട് PC പുതിയ സംഭവങ്ങളും പുതിയ കമ്പോണൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെ വന്നത്. വരട്ടെ. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം എന്തായിരിക്കും? എന്താണ്? ഉത്തരമില്ലാത്ത ചോദ്യം. വരുമാനത്തെ കുറിച്ചാവണല്ലോ. ഒരു ഫിഗർ ഒന്നും പറയണ്ട, എന്നാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് എന്താ വെറുതെ ചുമ്മാ ഒരു ജോലിക്ക് പോവാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഇതിനേക്കാൾ നല്ല പൈസ നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ പറ്റും മര്യാദക്ക്. നല്ല രീതിയിലൊക്കെ പോവാണെങ്കിൽ അതിൽ നന്നായിട്ട്. സോ ആ ഒരു വരുമാനം നമ്മൾ സാധാ ജോലി ചെയ്ത് കിട്ടാൻ ഇച്ചിരി പാടാണ്. വീട്ടുകാരെയൊക്കെ ഇത് പറഞ്ഞൊന്ന് സെറ്റ് ആക്കാൻ സമയം എടുത്തോ? ഒരു പണി ചെയ്യാതെ രാവിലെ തൊട്ട് മുറി കയറുന്ന തുടക്ക സമയത്ത് നമുക്ക് വരുമാനം നല്ല സമയമുള്ളൂ. അപ്പൊ ഞാൻ കൊറോണ ടൈമിലാണ് തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഓൾറെഡി ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനിടയ്ക്കാണ് ചെയ്യണം. വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സീനായിരുന്നു. അതിന് ഇങ്ങനെ PC ഇങ്ങനെ നേരം കമ്പ്യൂട്ടർ മുമ്പിലാന്ന് പറഞ്ഞോണ്ടിരുന്ന് അങ്ങനെ ഒച്ചപ്പാടൊക്കെ. പിന്നെ പയ്യെ അറിയാൻ നമുക്ക് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂന്ന് വീട്ടുകാർക്ക് കൂടി മനസ്സിലായി. പിന്നെ അതും കൂടാതെ കുറച്ചുകാലം കഴിഞ്ഞപ്പോ മറ്റേ സിൽവർ പ്ലേ ബട്ടൺ അതുകൂടെയൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യൊക്കെ. പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായി. അപ്പാർട്ട് ഫ്രം ഗെയിമിംഗ് എന്നാ ചെയ്യുന്നത്? അത് വളരെ നല്ലതാണ്. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞേക്കാണ്. ഫുൾ ഗെയിമിംഗ് ആണ്. ഇപ്പൊ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിംഗ് സെഷനിൽ തന്നെ ഒരു ഗെയിമിംഗ് തന്നെയാണ്. ഞാനിപ്പോ മാസ്റ്റേഴ്സ് എടുക്കാൻ നോക്കുന്നുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ട് അല്ല, ചിലപ്പോ ഒന്ന് അബ്രോഡ് പോകും, അല്ലെങ്കിൽ അറിയില്ല. അപ്പൊ മാസ്റ്റേഴ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഇത് തന്നെയായിരിക്കും. ഓക്കെ. വാട്ട് അബൌട്ട് യു? ഞാൻ PC കഴിഞ്ഞു. ഇപ്പൊ 3 വർഷമായി PC കഴിഞ്ഞു. അതിന്റെ ഒരു ഫസ്റ്റ് ഇയറിലൊക്കെ ആയിരിക്കും ചാനല് കണ്ടന്റ് ഇടാൻ തുടങ്ങിയ. ഇതുപോലെ തന്നെ വീട്ടില് ഒടുക്കത്തത് ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടേ കഴിയില്ല. ചാനല് ഫസ്റ്റ് ടൈം എന്റെ ഈ ഏണിങ്സ് വന്നപ്പോഴാണ് വീട്ടില് ഞാൻ പറയണേ. അതായത് ഞാൻ ഒളിച്ചു പോകാതൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് മറ്റേ വീഡിയോ വീട്ടിൽ ഭയങ്കരത്തിനായിരുന്നു കൊറോണ ടൈമിലൊക്കെ. അപ്പൊ അച്ഛനായിരുന്നു പുറത്തായിരുന്നു, പുറത്തുനിന്ന് കേരളത്തിന് പുറത്തായിരുന്നു. അപ്പൊ അച്ഛൻ കൊറോണ ആയിട്ട് നാട്ടിലുള്ള ടൈമാണ്. അപ്പൊ ഭയങ്കര ഇഷ്ടം. അച്ഛൻ പഠിക്കാനായിട്ട് കമ്പ്യൂട്ടർ വാങ്ങി തന്നതാ. അത് ഗെയിം ഉണ്ടത് അതിനെ കുറിച്ച് അറിയില്ല അച്ഛനൊന്നും. പിന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ അടുത്ത് പറഞ്ഞൊക്കെ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തായിരുന്നു. ഭയങ്കര അന്ന് ഭയങ്കര ടഫായിരുന്നു കയറിയാന്. പക്ഷെ കയറി വന്നു പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കും. അപ്പൊ അതിന്റെ ലാസ്റ്റ് എന്റെ എമൗണ്ട് ഉണ്ടല്ലേ, ഞാൻ ചെറു പറഞ്ഞു അന്നാണ് ഭയങ്കര ടൈറ്റായി. ലാസ്റ്റ് പിന്നെ പൈസ ഞാനൊക്കെ അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞു. അപ്പഴാണ് അച്ഛൻ നിനക്ക് ഇങ്ങനെ പൈസ കിട്ടും. അങ്ങനെ അപ്പൊ സന്തോഷമായിരിക്കും. ചെറിയുടെ ലൈഫിനെ കുറിച്ച് ചോദിക്കട്ടെ. എന്താ ചെറി ചെയ്തോണ്ടിരുന്നത്? 3 വയസ്സിലാണ് അവരാണ് ഗെയിമിംഗിലേക്ക് ഇറക്കിയത്. 3 വയസ്സിലോ? അപ്പോഴേ തുടങ്ങിയതാണ്. അപ്പൊ ഫാമിലിയിൽ ഇവർക്ക് ഉണ്ടായ ഇഷ്യൂ തനിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. എന്റെ അപ്പം തന്നെ ചീത്തയൊക്കെ, അതുകൊണ്ട് പിന്നെ
പക്ഷെ പിന്നെ വീണ്ടും ഇവിടെ കോളേജ് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയിരുന്നെങ്കിൽ ചാനൽ ചുമ്മാ എല്ലാ ആഴ്ചയും വീഡിയോ കിട്ടണം, പിള്ളേരുടെ കൂടെ കളിക്കലല്ലേ, അപ്പൊ അങ്ങ് വീഡിയോ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്ത് കിട്ടു തുടങ്ങി. പിന്നെ ഒരു തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും ആനിമേഷൻ സൈഡിലേക്ക് ഒന്ന് പോയി. അത് ഇനീഷ്യലി അതിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ഡിഗ്രി കഴിഞ്ഞിട്ട് നീ എന്ത് വേണം പൊക്കോ എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു വീട്ടുകാർക്ക്. അപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് തേർഡ് ഇയർ മുതൽ ഇത് പോയതുകൊണ്ട് ഒരു ഡിപ്ലോമയുണ്ട് ഓൺ ദ സൈഡ്. ആൻഡ് അത് ഒരു 2 years ജോലി ചെയ്തു. ആ സമയത്ത് വീഡിയോ ഇടുന്നുണ്ട് നോർമലായിട്ട്. പക്ഷെ കൊറോണ ടൈമിലാണ് എല്ലാവരും ഒന്ന് പച്ച പിടിച്ചത്. അപ്പോ കൊറോണ ടൈമിൽ വന്നപ്പോഴത്തേക്കും വർക്ക് ഫ്രം ഹോം ആണ്. സോ അതിന്റെ കൂടെ തന്നെ ഡെയിലി അപ്ലോഡ്സ് കാര്യങ്ങളെല്ലാം സെറ്റായി. ആൻഡ് പിന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ല, എന്നെ പറഞ്ഞു വിട്ടോളം പറഞ്ഞു. ആ ടൈമിലാണ് നമ്മൾ കണ്ടുകൊണ്ടത്. അതാ ആ സമയത്താണ് ഇവനെയൊക്കെ അറിയാം. ഞാൻ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴാണ് ചെറിയ അറിയണേ. ഈ ലൈക്ക് നിങ്ങൾക്ക് ഈ വിർച്വൽ ഗെയിം മാത്രമേ ഉള്ളൂ, ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഗെയിം ഒന്നുമില്ല? ദേഹാണ് ഈ പണിയെടുക്കാൻ ആവശ്യം ഇഷ്ടമുള്ളത്. ഗെയിമറൊക്കെ ആയിരുന്നിട്ട് പറയും. ഇത് കഴിഞ്ഞിട്ട് ഒന്നാമത് വേറെ സമയമില്ല നമുക്കിപ്പോ ഇതിലേക്ക് പുറത്തിറങ്ങിയ ഗെയിം കളിക്കണ ഗെയിമുണ്ടല്ലോ, അതുപോലെ ഇപ്പൊ മറ്റേ VR ഉണ്ടല്ലോ, അതിന്റെ ഒരു ഗെയിം. ഈ റൂം സെറ്റപ്പ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആയിട്ടുണ്ടാവും ടോട്ടല്? ഇപ്പത്തെ കറന്റ്ലി താൻ ചെയ്യുന്ന ഒരു സ്പേസിന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 4-5 lakh ആയിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ. എന്തൊക്കെ അതിനകത്ത് ചെയ്തു? അത് കുറവാ. അതെ കുറവാണ്. തന്റെ എത്രയാ? എന്റേത് ക്ലോസ് ലൈക്ക് 3.5. ഒരു നോർമൽ ഗെയിം അല്ല മെയിൻ തിങ് ആ PC ആ പെട്ടിക്ക് അതിനാണ് ഏറ്റവും വില. അതിനിപ്പോ എന്റേത് ഒരു 1.5 ആയിട്ടുണ്ട് പണ്ട് ടൈമിൽ 2 years ago. പിന്നെ എക്സ്ട്രാ ആക്സസറീസ് VR സാധനം അതിന് ഒരു 30K 40K അങ്ങനെ വരും. മീൻസ് കൊറേ ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ അനുസരിച്ച് ഇപ്പൊ നമുക്ക് ഇത് 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് PC മാത്രമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ബഡ്ജറ്റ് കുറവാണ് ഗെയിമിങ്ങിന് നമുക്ക് സ്റ്റിയറിംഗ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ചെയ്യും. അങ്ങനെ ഒരു ഇതുണ്ട്. ഈ ഗെയിമിംഗ് ലൈക്ക് മോണിറ്ററി ബെനിഫിറ്റോടെ ഉള്ള ഒരു സാധനമാണെന്നൊക്കെ എപ്പോഴും മനസ്സിലാക്കിയേ. ഇതൊരു രസത്തിന് കളിച്ചു തുടങ്ങിയതായിരിക്കില്ലേ ആദ്യം? അങ്ങനെയായിരുന്നു. പിന്നെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് യൂട്യൂബിൽ കുറെ പേര് ഓൾറെഡി ഇടുന്നുണ്ടായിരുന്നു. ഞാനൊക്കെ അങ്ങനെ വന്നായിരുന്നു. യൂട്യൂബിലൊക്കെ ഓൾറെഡി പേര് കണ്ടന്റ് ഒക്കെ ഇടുന്ന കണ്ടിട്ട് അതായത് ഇതൊരു മോണിറ്ററി ബെനിഫിറ്റോടെ ഉള്ള സാധനമാണെന്ന് അറിഞ്ഞിട്ട് വന്നതാ. യൂട്യൂബിൽ തന്നെ കുറെ ട്യൂട്ടോറിയലുണ്ട് ഇങ്ങനെ. ഓക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഇത്രയും $1 ഒരു മാസം എന്നാൽ കുറെ ക്ലിക്ക് ബേറ്റ് ആയിട്ട് കുറെ സാധനങ്ങൾ കാണും. അപ്പോ എന്താണ് നമ്മൾ എടുത്ത് നോക്കുമ്പോ ഇങ്ങനെ ചെയ്ത് തന്നെ പൈസ കിട്ടും. എന്നാൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവും ഓക്കെ ഇതിന് ഇങ്ങനെ കിട്ടും. അതിലേക്ക് ഇറങ്ങുമ്പോഴേ മനസ്സിലാക്കലും മുങ്ങിത്തപ്പി എന്തെങ്കിലും കിട്ടത്തുള്ളൂ എന്നുള്ളത്. ഞാൻ ഇംഗ്ലീഷിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു 5-6 വീഡിയോ ഒക്കെ. അന്നൊന്നും എനിക്ക് അതിനകത്ത് റവന്യൂ നോക്കാനൊക്കെ ചുമ്മാ അന്ന് എന്റെ മൈൻഡില് ഞാനൊരു ഗെയിമിന്റെ ഒരു ഫിക്സ് ഇട്ടിട്ടാ തുടങ്ങിയിട്ടുണ്ടായിരുന്നെ. അതിൽ എനിക്കൊരു ഗെയിമിലേക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ യൂട്യൂബിൽ നോക്കി അപ്പൊ ഒരു പുള്ളിക്കാരൻ ഇട്ടുണ്ട്. അതെനിക്ക് ഫിക്സ് ആവില്ല. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അതിന്റെ കാര്യം എനിക്ക് ഫിക്സ് ആയി. അപ്പൊ ഞാൻ പോകാലോ. എന്നിട്ട് ആ പുള്ളിക്കാരൻ അതേ നന്നായിട്ട് ടൈറ്റിലൊക്കെ അങ്ങനെ എടുത്ത് നമ്മൾ എന്റെ മൈൻഡ് എല്ലാരും കാണാൻ വീഡിയോ അത്രേ ഉള്ളൂ. അതിന് റവന്യൂ മാറിയിട്ടില്ല. ഒരു 4 വീഡിയോ കിട്ടി കഴിയുമ്പോഴാണ് പിന്നെ മനസ്സിലാവോ ഇതൊന്നും റവന്യൂ സംഭവമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി. എത്ര സമയം എടുക്കും ഒരു ഗെയിമിന് വേണ്ടിട്ട്? ഒരു നേരം മൊത്തം എടുക്കും. ഞങ്ങൾ 3-4 ദിവസം ഡെയിലി വീഡിയോ ഇടുന്ന ആൾക്കാരാണ്. അപ്പൊ രാവിലെ ഞങ്ങള് രാത്രി ലേറ്റ് ആയിട്ട് കിടന്നിറങ്ങി ഒരു ഉച്ചയാകുമ്പോ എണീക്കും. അത് കഴിഞ്ഞ് കണ്ടന്റൊക്കെ തപ്പി പിടിച്ച് ഒരു വൈകുന്നേരം വീഡിയോ എടുത്ത് കഴിഞ്ഞ് എനിക്കൊരു എന്റേതായ ഒരു എഡിറ്റിംഗ് ഫോക്കസ് ഇല്ല എന്റെ വീഡിയോസ്. അപ്പൊ ഒരു 5 മണിക്കൂറൊക്കെ എടുക്കും എഡിറ്റ് ചെയ്യാൻ. എന്റെ വീഡിയോ ചിലപ്പോ രാത്രി കറക്റ്റ് 12 മണിക്ക് മുന്നേ വരികയാണ്. 11:59 അങ്ങനെ കിട്ട് പോണതാ. ഇതല്ലാണ്ട് വേറെ വല്ല ചെയ്തോളൂ. ഇതല്ലാണ്ട് വേറെ ചെയ്യാൻ സമയമില്ല. പുറത്ത് നോക്കുമ്പോ ഭയങ്കര എളുപ്പം പോലെ തോന്നും. ഞാൻ ഈ ആർപിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം സ്പേസിൽ ലൈക്ക് ഒരു പർട്ടിക്കുലർ സ്പേസിൽ നിന്നിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിനൊക്കെ ഓരോ പേരുകളൊക്കെ ഉണ്ടാവത്തില്ലേ? ഇപ്പൊ കുറെ പേരുടെ ഞാൻ കേട്ടിട്ടുണ്ട്. രായപ്പൻ അങ്ങനത്തെ നല്ല ഫണ്ണി ഗെയിമുകളൊക്കെ കേട്ടിട്ടുണ്ട് സിനിമയെ ബേസ് ചെയ്തിട്ടൊക്കെ. നിങ്ങൾക്ക് അങ്ങനത്തെ പേരുകളൊന്നുമില്ല? ചെയ്യും റോൾ പ്ലേ പോലെ ചെയ്യും. പക്ഷെ ഞങ്ങളുടെ പ്രൈവറ്റ് ഒരു സർവറുണ്ട്. അതിന് ഞങ്ങൾ 3 ആൾക്കൊരു ക്യാരക്ടർ ഉണ്ടാവും. അതിന് ഇവര് ഞാനും റിച്ച് കിട്ടും
ഗെയിം തെറാപ്പിസ്റ്റ് തുടക്കം തൊട്ട് ഈ ഒരു പേര് തന്നെയാണോ ഉള്ളത്? അല്ല, തുടക്കം വേറെ പേരായിരുന്നു. ഗെയിം തെറാപ്പിസ്റ്റ് എന്നായിരുന്നു. ഞാൻ ഒരു 3-4 പേരിട്ടുണ്ട്. ലാസ്റ്റ് ഈ പേരിട്ട ടൈമിലാണ് ചാനലൊന്ന് കയറിപ്പോയി. പിന്നെ മാറ്റാൻ പറ്റില്ല. പേരൊക്കെ ഏതൊക്കെയാ? ഒരെണ്ണം SN ക്രിയേറ്റീവ് എന്നായിരുന്നു. ടെക്നിക്കൽ അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ ആയിരുന്നു. ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ എന്റെ അടുത്ത് പറഞ്ഞത് റൂൺ ജെറി എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കൂട്ടത്തിൽ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള പേരാണെന്നുള്ളതാണ്. പറയൂ, റൂൺ ജെറി, വാട്ട് ഈസ് റൂൺ ജെറി? ഞാൻ റൂൺസ്കേപ്പ് എന്ന് പറഞ്ഞ ഗെയിം കുട്ടിക്കാലത്ത് മുതൽ കളിച്ചോണ്ടിരുന്നതാണ്. ആകെ അത് മാത്രമേ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. PC-ക്ക് ഓടിക്കാനായിട്ട് പറ്റുന്ന ആ കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിലുള്ള എന്റെ യൂസർ നെയിം റൂൺ ജെറി എന്നായിരുന്നു. ചാനലെടുത്ത് ആ പേര് ഇങ്ങോട്ടേക്ക് എടുത്തു. ഓക്കെ, എന്താ ഈ റൂൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മാജിക്കൽ ഒരു സംഭവമാണ്. മാജിക്കൽ സിജിൽ പോലെയാണ്, ഒരു സിമ്പിൾ പോലെയാണ് റൂൺ എന്ന് പറയുന്നത്. അപ്പോ ജെറി എന്നുള്ള എന്റെ പേര് ഞാൻ അറിഞ്ഞിച്ചെടുത്ത പേരാണ്. പെർഫെക്റ്റ് ഗെയിമിംഗ് ഇസ് വെരി സിമ്പിൾ. എന്താണ് പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഗെയിം മച്ചാൻ ഞാൻ ആദ്യം എന്ത് പേരിടണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോ ഫസ്റ്റ് ടൈം ഞാൻ ഇട്ടത് പെർഫെക്റ്റ് ഗെയിമിംഗ് ഡ്യൂഡ് എന്നായിരുന്നു. അത് ഭയങ്കര പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴേക്കും പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാനാക്കി. പിന്നെ ആ പേരിലാണ് ചാനൽ കയറി വന്നത്. പിന്നെ അതുകൊണ്ടും മാറ്റാനൊന്നും നിന്നില്ല, പേര് തന്നെ അങ്ങ് വെച്ച്. ഞാൻ ആക്ച്വലി തന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഈ സംസാര രീതി ഉണ്ടല്ലോ, പല വീഡിയോയിലും പല രീതിയിലാണ് സംസാരിക്കുന്നത്. എന്താ അങ്ങനെ? ഓരോ സമയത്ത് ഓരോ മൂഡ് കൊറേ നാളായോ ഇത് തുടങ്ങിയിട്ട്? ഞാനൊരു 8 വർഷം 9 വർഷം അല്ല, പഠിക്കുന്ന സമയത്ത് പോലെ ഞാൻ ചെറിയൊരു വീഡിയോ ഇടാറുണ്ട്. ഫുൾ ടൈം ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല. വർക്ക് ടൈം ആയിരുന്നപ്പോഴേക്കും കുറച്ചുകൂടി ഫ്രീ ടൈം കിട്ടിയല്ലോ. ജോലിക്ക് ഇറങ്ങിയാൽ പിന്നെ ഫ്രീ ടൈം ആണല്ലോ ഫുള്ള്. അപ്പൊ ആ സമയത്ത് പിന്നെയും ഞങ്ങളൊക്കെ ഇവിടെ പണിയെടുത്തും ജോലിക്ക് പോകുമ്പോ വീഡിയോ ഇടാറുണ്ടായിരുന്നു. ആഴ്ചയിൽ വന്ന് 7 വീഡിയോ എടുക്കും. 7 ദിവസം ഷെഡ്യൂൾ എടുത്ത് തിരിച്ചു വിളിക്കും. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ 2 മാസത്തേക്ക് വീഡിയോ പഠിക്കും. ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിം ഏതാ? ഞാനോ ഇപ്പോ GTA ആണ്. നമ്മൾ 3 പേരും അത് തന്നെ. പക്ഷെ അത് RP എന്ന് പറയുന്ന ഒരു സൈഡും അതെല്ലാം മൾട്ടിപ്ലെയർ വേറെ സൈഡ്, 2 സൈഡുണ്ട്. മറ്റേ സൈഡാണ് ഞങ്ങൾ 3 കളിക്കുന്നത്. എന്റെ ചാനലിൽ പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മോഡൊക്കെ ഇട്ടിട്ട് വേറെ സെപ്പറേറ്റ്, അതായത് എന്റെ കണ്ടന്റ് തുറക്കം തൊട്ട് ചെയ്ത് തന്നെയാണ്. അതായത് എക്സ്ട്രാ ഇപ്പൊ ഗെയിമിൽ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ റൊണാൾഡോനെ ഗെയിമിൽ കൊണ്ടുവരാം, റൊണാൾഡോനെ കൊണ്ടുവരാം, ഇപ്പൊ മോഹൻലാലിനെ കൊണ്ടുവരാം, വേണമെങ്കിൽ കൊണ്ടുവരാം. അങ്ങനെ ശരി ഇഷ്ടമുള്ള മോളിൽ ഇട്ടിട്ട് കണ്ടന്റ് ഒരു സ്ക്രിപ്റ്റ് പോലെ ഉണ്ടാക്കി പക്ഷെ അത് കുറച്ച് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. മോഡ് നടന്ന ആൾക്കാരെ അറിയണ്ടാവും. അത് നമ്മൾ പേ ചെയ്ത് വാങ്ങാം, അല്ലെങ്കിൽ മോടി അങ്ങനെയൊക്കെ. എന്നിട്ട് കണ്ടന്റ് കാണാൻ കുറച്ചധികം ടൈം കൊടുക്കും. നമ്മൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് പോലെ നമ്മുടെ സ്റ്റോറി ആയിരിക്കും, നമ്മൾ ഇഷ്ടമുള്ള പോലെ ആയിരിക്കും. ഇപ്പൊ വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതുപോലെ തന്നെ നല്ല ഗംഭീര ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതാകട്ടെ എന്താ പോവാത്തെ? എന്താ ജെറി? ഒന്ന്, അത് ഭയങ്കര ഒരു നീഷ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം അവിടെ സ്ട്രീം ചെയ്താലേ ആള് വരത്തുള്ളൂ. എന്നാൽ നമുക്ക് തോന്നി കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആള് വരത്തില്ല. ആൻഡ് ഇപ്പൊ ഏത് പ്ലാറ്റ്ഫോം എടുത്താലും അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആള് വരണം. ആ ആള് വരണ പൈസ എടുത്തുള്ളൂ. പിന്നെന്താ, എല്ലാ പ്ലാറ്റ്ഫോമും സ്റ്റേബിൾ അല്ല. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ കുറെ നാളായിട്ടുള്ള ഒരു ബെഹീമത്താണ്. അതിനെ അങ്ങനെ അടിച്ച് ഇളക്കാനൊന്നും പറ്റത്തില്ല. അപ്പോ അവിടെ നിന്ന് തന്നെ കുറച്ച് നാളത്തേക്കെങ്കിലും വെച്ച് വയബിൾ. മറ്റു പുതിയതായിട്ട് വരുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ന് ഇറങ്ങിപ്പോകുന്ന അറിയില്ല. ഇയാളിലൊക്കെ ചെയ്യും. ഞങ്ങള് കണ്ടന്റ് അതിപ്പോ ഞങ്ങൾ കണ്ടന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇപ്പൊ ലൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മടിയാ. ലൈവ് ചെയ്യാൻ ചിലപ്പോ 1 മണിക്കൂർ മതി. ഇപ്പൊ ഒരു ദിവസം ഒറ്റ പണിയെടുക്കാനല്ല, ചിലപ്പോ 1 മണിക്കൂർ പണിയെടുക്കാൻ ഞങ്ങൾ അതിപ്പോ 2 മണിക്കൂർ ലൈവ് ആണെങ്കിൽ 2 മണിക്കൂർ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഭയങ്കര പാടാ. അപ്പൊ ഞങ്ങളോട് ലൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര തീരെ പ്രശ്നമില്ല. പക്ഷെ ലൈവ് ചെയ്യാൻ ആൾക്കാരുടെ അതേപോലെ കണ്ടന്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്കും ചിലപ്പോ ഭയങ്കര പാടായിരിക്കും. ലൈവ് ഈസിയാണ്, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ടൈം കൺസ്യൂം. ലൈവ് ആ ചെയ്യുന്ന ടൈം മാത്രം ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു കണ്ടന്റ് വേണ്ടിയിരിക്കും. അതെ, അതാണ് ഒരു ദിവസം ലൈവ് അങ്ങനെ ആയിരിക്കില്ല. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്രയും സമയമുണ്ടോ, അതുകൂടാതെ അത് എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് തംബ്നെയിൽ ഇടണം. എന്നിട്ട് യൂട്യൂബിന്റെ പ്രോസസിംഗ് വേറെ വെയിറ്റ് ചെയ്യണം. വേറെ പ്ലാറ്റ്ഫോമുകൾ ലൈവ് സ്ട്രീമേഴ്സിനെ അവർ ഫോക്കസ് ചെയ്യണം. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവർ എടുക്കണില്ലേ, അവരെ ലൈവാണ് എടുക്കണേ. അല്ലല്ല, ഇവിടെ വേറെ കുഴപ്പങ്ങളുണ്ട്. നമ്മളിപ്പോ 1 മണിക്കൂർ ലൈവ് ഇടാന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത്. തീർന്നു കഴിയുമ്പോൾ ഒരു 6 മണിക്കൂറാവും. അതിനകത്ത് 4 മണി വരെ ലൈവ് ഉണ്ടാവും. ആണോ? അങ്ങനെയൊക്കെ ഒരു ദിവസം കംപ്ലീറ്റ് പോയിട്ടുണ്ട് ലൈവ് ഒക്കെ. അപ്പൊ അതൊക്കെ കാണാൻ കുറെ ആളുകൾ വരും. ഇങ്ങനെ ലൈവിൽ കുറച്ച് പേരുണ്ട്.
ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മൾ ഗെയിം കളിക്കാനുള്ളത്. വി ആർ എൻജോയിങ് അവർ സെൽസ് ആൻഡ് ദെൻ കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാം അങ്ങനെ. പക്ഷെ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ദിവസം കോണ്ടന്റ് വേണ്ടെന്ന് വെച്ച് ലൈവിലായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആ ദിവസത്തെ കോണ്ടന്റ് ആയില്ലേ? ഒരിക്കലും ചെയ്യില്ല. കണ്ടന്റ് വേറെ ലൈവ് വേറെ. ആ വീഡിയോ വേണ്ടായിരുന്നോ? ഇല്ല, വീഡിയോ ക്ലിയർ ആയിട്ട് ഒരു സംഭവം ഉണ്ടായിരിക്കും. ഒരു 10 മിനിറ്റ് ആവുള്ളൂ. ചിലപ്പോ 2 മണിക്കൂറൊക്കെ റെക്കോർഡ് ചെയ്താൽ 10 മിനിറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മൾ പറയണതും കറക്റ്റ് അത് എത്ര ഉണ്ടാവുള്ളൂ. ലൈവ് എന്ന് അങ്ങനെയല്ല, നമ്മൾ ലൈവില് വരുന്ന ആൾക്കാരുടെ ചാറ്റ് കഴിക്കണം, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അവരെ ചിലപ്പോൾ നമുക്ക് ഒരു ചാലഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചെയ്യാൻ പറയാം, അതൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് കുറച്ചുകൂടി ഏറ്റവും ഹൈയസ്റ്റ് വ്യൂ പോയിട്ടുള്ള വീഡിയോ. എന്റെ വീഡിയോ 37 ലക്ഷം വ്യൂസ്. പിന്നെ എന്റെ പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഡെയിലി വീഡിയോ ഇപ്പൊ എന്റെ ചാനൽ 1500 വീഡിയോ ഉണ്ട്. അപ്പൊ ഒരു 70 വീഡിയോ 1 മില്യൺ പോയിട്ടുണ്ട്. ജെറിയുടെ ഏതായിരുന്നു ഫസ്റ്റ് 1 മില്യൺ? 1 മില്യൺ ആയിട്ടില്ല, എന്റേത് 800,000 ആണ്. ഷോർട്സ് ആയിട്ടുണ്ട്, പക്ഷെ ലൈക്ക് ആക്ച്വൽ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് റേസ് കളിച്ചത് റേസ് ഉണ്ട്. അതായത് ഒരു പാർക്കൂർ പോലെ കുറെ ഒബ്സ്റ്റക്കിൾ ഉണ്ടാവും, നമ്മൾ വണ്ടിയെ കുറിച്ച് ഭയങ്കര ഈ റേസിംഗ് വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. താൻ തന്റെ തലക്ക് ചുറ്റും ഒരു പ്രകാശവലയം പോലെ ഒരു ചെയറുണ്ട്, അതിനകത്ത് ഇത് ചാത്ത വണ്ടി അതിന് കൂടെയുള്ള ആള് ഞാനായിരിക്കും. നീയാണോ അതിനകത്ത് പറയുന്നത്? ഇഷ്ടംപോലെ വണ്ടി ഉണ്ടായിരുന്നല്ലോ. വീഡിയോ അല്ലേ ഇത്? ഇന്നത്തെ വീഡിയോ അത് ഞാൻ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത റേസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫ് വരികള് ചിലപ്പോ ഒരു ദിവസമൊക്കെ ഇരുന്ന് ഫുൾ ഡേ ഒരു ദിവസം മൊത്തം ഇരുന്ന് കളിച്ച് കംപ്ലീറ്റ് ആകും. അങ്ങനത്തെ ഒരു മെന്റലി ലൈവിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇന്ററാക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ ചോദിക്കട്ടെ, ഒരുപാട് ഇപ്പം എന്റെയൊക്കെ വീഡിയോയുടെ താഴെ വരെ നല്ല നല്ല രസമുള്ള കമന്റ്സുകൾ വരാറുണ്ട്. പൊതുവെ ഹേറ്റേഴ്സ് കുറവുള്ള ഒരു ടീം ആയിരിക്കുമല്ലോ ഗെയിമേഴ്സിന്റെ, അങ്ങനെയാണോ? കമന്റ്സ് ഗെയിമേഴ്സിനെയോ ലൈവ് സ്ട്രീമേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല ഹേറ്റുണ്ട്. ഞാൻ ഒരുവിധമുള്ള വാക്കുകളെല്ലാം നേരെ ബ്ലോക്ക് ചെയ്തല്ലോ, അപ്പൊ കൂടുതലും കാണത്തില്ല. പിന്നെ മോഡറേറ്റർ പിള്ളേർമാരൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് ഏത് ചാനലിലും ലൈവ് പോകുന്നതനുസരിച്ചിരിക്കും. മെയിൻ ചാനൽ ലൈവ് പോകുന്ന ഞാൻ ഭയങ്കര ഡീസെന്റാ, ഞാൻ ഒന്നും പറയത്തില്ല, എല്ലാം ഓക്കെ. കേൾക്കുന്ന കാണുന്ന എല്ലാം വേറെ ചാനലുണ്ട്, ലൈവ് ഇടാൻ വേറെ ചാനലുണ്ട്. 2 ചാനലുണ്ടോ? 6 ചാനലുണ്ട്. 6 അതാണ് എനിക്ക് വേറെ ഒന്നും സമയമില്ല അന്ന്, എല്ലാവർക്കും വീഡിയോ ഉണ്ട്. എനിക്കൊരു ഷോ ഒരു ചാനലില് ഓരോ സെറ്റ് വീഡിയോ ഡെയിലി. അപ്പൊ യു ഹാവ് ടു മേക്ക് 6 വീഡിയോസ്. അത് എല്ലാം പൊതുവെ ഹേറ്റേഴ്സ് കുറവുള്ള ഒരു ടീം ആയിരിക്കുമല്ലോ ഗെയിമേഴ്സിന്റെ, അങ്ങനെയാണോ? കമന്റ്സ് ഗെയിമേഴ്സിനെയോ ലൈവ് സ്ട്രീമേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല ഹേറ്റുണ്ട്. ഞാൻ ഒരുവിധമുള്ള വാക്കുകളെല്ലാം നേരെ ബ്ലോക്ക് ചെയ്തല്ലോ, അപ്പൊ കൂടുതലും കാണത്തില്ല. പിന്നെ മോഡറേറ്റർ പിള്ളേർമാരൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് ഏത് ചാനലിലും ലൈവ് പോകുന്നതനുസരിച്ചിരിക്കും. മെയിൻ ചാനൽ ലൈവ് പോകുന്നത് ഞാൻ ഭയങ്കര ഡീസെന്റാ, ഞാൻ ഒന്നും പറയത്തില്ല, എല്ലാം ഓക്കെ. കേൾക്കുന്ന കാണുന്ന എല്ലാം വേറെ ചാനലുണ്ട്, ലൈവ് ഇടാൻ വേറെ ചാനലുണ്ട്. 2 ചാനലുണ്ടോ? 6 ചാനലുണ്ട്. അതാണ് എനിക്ക് വേറെ ഒന്നും സമയമില്ല അന്ന്, എല്ലാവർക്കും വീഡിയോ ഉണ്ട്. എനിക്കൊരു ഷോ ഒരു ചാനലില് ഓരോ സെറ്റ് വീഡിയോ ഡെയിലി. അപ്പൊ യു ഹാവ് ടു മേക്ക് 6 വീഡിയോസ്. അത് എല്ലാം ചെറിയാണെങ്കിൽ ഒരു ദിവസം 3 വീഡിയോ മെയിൻ ചാനലിൽ, പിന്നെ ഒരു വീഡിയോ വേറെ സെക്കൻഡ് ചാനലിൽ, പിന്നെ സോ ഇതിനുള്ള ടൈം എടുക്കാന്ന് പറയണത് എന്റെ മോനെ സമ്മതിക്കണം കേട്ടോ. ഗെയിമിംഗ് ഗുരു ആരാ? ഇഷ്ടമുള്ളത് ആരെയാ ഗെയിമിംഗില്? ഇപ്പൊ കറന്റ്ലി ഹോളോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് യൂട്യൂബർ ഉണ്ട്. വാട്ട് അബൌട്ട് യു? ഇതിന് പ്രത്യേകിച്ച് ഗെയിമിംഗ് ഗുരു എന്ന് പറയാനൊന്നുമില്ല. ഞാൻ ഇങ്ങനെ മലയാളത്തിൽ തന്നെ എല്ലാവരുടെയും വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങനെ യൂട്യൂബിലേക്ക് തന്നെ വന്നത്. ഈ റിയൽ ലൈഫ് ഫാൻസ് അത്യാവശ്യം പുറത്തെ പോകുമ്പോ ആൾക്കാരൊക്കെ പിള്ളേരാണ്. ഞാൻ കൂടുതല് വലിയ ആൾക്കാരെക്കാൾ കുറച്ച് പിള്ളേര് കൂടുതൽ പിന്നെ ഇവൻ ഫുൾ മുഖം കവർ ചെയ്ത് കണ്ണ് മാത്രം പുറത്തിട്ടാലും ആൾക്ക് ഇവനെ കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങളൊന്നും കണ്ടാലും മനസ്സിലാവില്ല, ഇത്രേ ഉള്ളൂ, എന്നാലും അവനെ കണ്ടുപിടിക്കും. ഫോട്ടോ ഒക്കെ എടുക്കാൻ ആരാധികമാരൊക്കെ വന്നിട്ടുണ്ട്. വരാറൊക്കെ ഉണ്ട്. ഞാനൊരു പഠിച്ച സ്കൂളിൽ പോയിണ്ടായി, 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഒരു പരിപാടിക്ക് ചുമ്മാ പോയി. അല്ലല്ല, അവിടെ വീട്ടിൽ ക്ലാസ്സിൽ വരാണ്. അവിടുത്തെ
എങ്ങനെയാണ് ആരാധകരെ അല്ല ഇവന് പോയിരിക്കുന്ന സ്റ്റോറി ഞങ്ങൾ കാണുമ്പോഴേ ഒരു പൊടി മാത്രമേ ഉള്ളൂ, ഫുൾ പൊടിയാ. ഇവര് കാണാനില്ല, ഫുൾ പൊടിയാ. ഒരു ഇതാണ് നമ്മള് അങ്ങനത്തെ ഒരു ടൈപ്പ് കണ്ടന്നെ നമുക്ക് അതന്നെ സെയിം തന്നെ. നാട്ടിലൊക്കെ എങ്ങനെയാ, എവിടെയാ താമസം, എവിടെയാ? കാഞ്ഞൂരാണ്, കാലടി. കാലടി. അപ്പൊ നാട്ടിലൊക്കെ എങ്ങനെയാ? നാട്ടിലുണ്ട്. നാട്ടില് പിള്ളേര് ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാ പിള്ളേര് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വരുമായിരുന്നു. അത് കുറച്ച് പേരൊക്കെ ചോദിക്കലുണ്ടോ മക്കള് വന്നിട്ട് ചേട്ടാ എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ അങ്ങനത്തെ? അങ്ങനെ ചോദിക്കാറില്ല. കൂടുതലും അവർക്ക് റൂം കാണണം. പിന്നെ കുറച്ചേരം കൂടുതലും ചിലവരൊക്കെ വന്നിട്ട് അവിടെ നാണിച്ച് അവിടെ നിൽക്കും. ഇനി മിണ്ടത്തൊന്നും മിണ്ടാതൊക്കെ കേൾക്കും. അവർക്ക് ചുമ്മാ ഇങ്ങനെ കണ്ട് സംസാരിച്ച് 2 ഫോട്ടോ എടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഫ്യൂച്ചർ ഗംഭീരാവട്ടെ, ഒരുപാട് ഗെയിംസ് ഒക്കെ കളിച്ച് നിറയെ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൂടി കാണാം. ഓക്കെ, അപ്പൊ ജെറി ഓൾ ദ ബെസ്റ്റ്, സ്വാതിക് വെരി ബെസ്റ്റ്, ആൻഡ് അവര് കൊടുക്കാൻ ബെസ്റ്റ് ഇല്ല. ഗെയിമിംഗ് മച്ചാൻ. അപ്പൊ ഇനിയും പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.